ഹായ് ഓൾ. മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എംടെക് യോഗ്യതയുള്ളവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല തസ്തികകളിലൊന്നാണ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തിക. കേരളത്തിലെ വിവിധ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്. തുടക്കത്തിൽ തന്നെ AICTE നിലവാരത്തിൽ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അവസാനം വന്ന നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 20 വയസ്സ് മുതൽ 39 വയസ്സ് വരെ ഉള്ളവർക്കായിരുന്നു അപേക്ഷിക്കാൻ കഴിയുന്നത്. എന്നാൽ ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ ഈ ഒരു പാറ്റേൺ മാറിയിട്ട് അതൊരു 44 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും. PSC പാറ്റേൺ മാറിയത് കൊണ്ട് തന്നെ അതായത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇപ്പോൾ 3 വർഷം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നത് 21-ലും അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024-ലുമാണ്. കൃത്യം 3 വർഷം കഴിയുമ്പോൾ ഈ ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അതായത് 11-ാം മാസം 27-ൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരത്തക്ക രീതിയിലായിരിക്കണം PSCക്ക് എക്സാം കണ്ടക്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഓൺ ടൈമിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന മാസങ്ങളിൽ തന്നെ PSC ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ വിടാനാണ് സാധ്യത. മാക്സിമം ഒരു 4 മാസത്തിനുള്ളിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതിന്റെ അവസാനമായിട്ട് നടന്ന എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ അന്ന് എക്സാമിനേഷന് കട്ട് ഓഫ് ആയിട്ട് വന്നത് 40.33 മാർക്കായിരുന്നു. ഈ 40.33 മാർക്ക് വരുന്നത് എക്സാമിനേഷൻ അത്രത്തോളം ഡിഫിക്കൽട്ടി ലെവൽ ഉള്ളത് കൊണ്ടാണ്. അതായത് എംടെക് ലെവലുള്ള എക്സാമിനേഷൻ ആണ്. അതിന്റെ നിലവാരം നല്ല ഉയർന്നത് തന്നെയായിരിക്കും. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നേരിട്ട് തുടങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുള്ളൂ. അന്ന് വന്ന മാക്സിമം മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ 56.67 മാർക്കാണ് ഒരു മാക്സിമം മാർക്കായിട്ട് വന്നത്. അതായത് കട്ട് ഓഫ് കടക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ കൃത്യമായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു 56.67 എന്ന് പറയുന്ന മാർക്കിലേക്ക് എത്താനൊക്കെ സാധിക്കും. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങുന്നത് എപ്പോഴും അത് നിങ്ങളെ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. ഇനിയും ഇതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് പോവുകയാണെങ്കിൽ 62 പേര് മാത്രമായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 20 പേർക്ക് ഇതിനോടകം തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനിയും ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഇനിയും നിയമനങ്ങൾ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. ഏണസ് അക്കാഡമിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ കോഴ്സുകളിൽ ലോങ് ടൈം ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം എംടെക് പോലുള്ള ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു നീണ്ട നാളത്തെ തയ്യാറെടുപ്പ് അനിവാര്യമാണ്. അപ്പോൾ ആ ഒരു തയ്യാറെടുപ്പിലൂടെ നിങ്ങളെ ഒരു വലിയ പൊസിഷനിലേക്ക് എത്തിക്കുവാനായിട്ട് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്ത് തയ്യാറെടുപ്പുകൾ തുടങ്ങുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കരിയർ കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതൊരു വലിയ ലക്ഷ്യമായിട്ട് എടുക്കുക. കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുക. ഇനി കൂടുതൽ വിഷയങ്ങൾ അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.